മുട്ട് തേയ്മാനത്തിന് സർജറി മാത്രമാണോ പ്രതിവിധി? മറ്റെന്തെങ്കിലും ചികിത്സാ മാർഗ്ഗങ്ങൾ മുട്ട് തേയ്മാനത്തിനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണിത്. എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ബി നായർ. ഞാനൊരു കൺസൾട്ടൻറ്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് പെയിൻ ഫിസിഷ്യനാണ്. തേയ്മാനം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മൾ നടന്നു തുടങ്ങുന്ന പ്രായം മുതൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് താങ്ങുന്ന ജോയിൻറ്റ്സ് എല്ലാം കുറേശ്ശെ തേയുന്നുണ്ട്. ഈ തേയ്മാനങ്ങളെല്ലാം ശരീരം അപ്പോൾ തന്നെ പരിഹരിക്കുന്നു. ഇങ്ങനെ തേയ്മാനവും റീജനറേഷനും ചേർന്ന ഒരു ബാലൻസിലാണ് നമ്മുടെ ശരീരം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചില കാരണങ്ങൾ, ഒരുപക്ഷെ അമിതവണ്ണമായിരിക്കാം, അല്ലെങ്കിൽ ചില തരത്തിലുള്ള വാതരോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുള്ള ലിഗമെന്റ് ഇഞ്ചുറികളോ അലൈൻമെൻറ്റ് ഇഷ്യൂസോ ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ തേയ്മാനത്തിൻ്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ അത്ര വേഗത്തിൽ ആ തേയ്മാനം പരിഹരിക്കാൻ ശരീരത്തിന് കഴിയില്ല. സോ ഗ്രാജ്വലി ഈ ജോയിൻ്റ് പതുക്കെ തേയാൻ തുടങ്ങുന്നു, ജോയിൻറ്റിൽ രൂപമാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു, കഠിനമായ വേദന ഉണ്ടാവാൻ തുടങ്ങുന്നു. ഫൈനലി നമ്മളിതൊരു മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജോയിൻറ്റ് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ പലരും ഒരുപക്ഷെ മുട്ട് തേയ്മാനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലായിരിക്കാം നിൽക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവാം, ഡോക്ടർ നിങ്ങൾക്ക് പെയിൻ കില്ലേഴ്സ് തന്നിട്ടുണ്ടാവാം, റെസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ എന്താണ് ഇനി മുട്ട് തേയ്മാനത്തിൻ്റെ ഭാവിയിൽ ഞാനിത് മാറ്റിവെക്കേണ്ടി വരുമോ എന്നതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകും. നമുക്ക് ഒരാളുടെ മുട്ടിൻ്റെ ഒരു നോർമൽ എക്സ്റേ നമുക്കൊന്ന് നോക്കാം. സാധാരണ രീതിയിൽ തേയ്മാനം പോലെയുള്ള അസുഖങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിങ് വ്യൂ എന്ന് പറയുന്ന, ആക്ച്വലി അതിൻ്റെ ടെക്നിക്കൽ ടേം റോസൻബർഗ് വ്യൂ എന്നാണ്. രണ്ട് മുട്ടും ചേർത്ത് നിർത്തിയിട്ടുള്ള നിന്നുകൊണ്ടുള്ളൊരു എക്സ്റേ ആണ് നമ്മൾ അതിനെടുക്കുന്നത്. ആ എക്സ്റേ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതിൽ നിങ്ങൾക്ക് രണ്ട് മുട്ടുകളും കാണാൻ കഴിയും, അവയ്ക്കിടയിലുള്ള ജോയിൻറ്റ് സ്പേസ് കാണാൻ കഴിയും, അസ്ഥികളിൽ എന്തെങ്കിലും രൂപമാറ്റങ്ങളുണ്ടോ എന്ന് കാണാൻ കഴിയും, ചുറ്റുമുള്ള ക്യാപ്സൂളിന് കട്ടി വെച്ചിട്ടുണ്ടോ, ക്യാപ്സൂൾ കാൽസിഫൈഡ് ആയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് കാണാൻ കഴിയും. ഇത്തരം മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളിതിനെ ഗ്രേഡ് 0 എന്ന് പറയും. അതായത് എക്സ്റേയിൽ തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. രണ്ടാമത് ഗ്രേഡ് 1 തേയ്മാനങ്ങളാണ്. ഗ്രേഡ് 1 തേയ്മാനം എന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റ് സ്പേസ്, നിങ്ങൾ കാണുന്ന അസ്ഥികൾക്കിടയിലുള്ള സ്പേസ് അല്പം ഒന്ന് കുറയുന്നു. അസ്ഥികളുടെ സൈഡിൽ ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറയുന്ന പുതിയ അസ്ഥികൾ പതുക്കെ വളർന്നു വരാൻ തുടങ്ങും. ഈ രണ്ട് മാറ്റങ്ങൾ മാത്രമാണ് നിങ്ങളുടെ എക്സ്റേയിൽ കാണുന്നതെങ്കിൽ അത് ഗ്രേഡ് 1 തേയ്മാനങ്ങളാണ്. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അസ്ഥികൾക്കിടയിലുള്ള സ്പേസ് കുറയുന്നു, കുറച്ചുകൂടെ പുതിയ ഓസ്റ്റിയോഫൈറ്റുകൾ, ഈ അസ്ഥി വളർച്ചകൾ വശങ്ങളിലും നടുക്കും ഒക്കെ കാണുകയും ചെയ്യുന്നു. ഗ്രേഡ് 3-ലെത്തുമ്പോൾ ജോയിൻറ്റ് സ്പേസ് വളരെയധികം കുറയുന്നു, ഒപ്പം തന്നെ അസ്ഥികളിൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന, അതായത് അസ്ഥികളിൽ ചില രൂപമാറ്റങ്ങളും ചില എക്സ്റേ സിഗ്നലിലുള്ള മാറ്റങ്ങൾ, അതായത് നമ്മൾ എക്സ്റേ കാണുമ്പോൾ തന്നെ ചുറ്റുമുള്ള അസ്ഥികളെ പോലെയല്ല അസ്ഥികൾ ഇരിക്കുക എന്നുള്ള ചേഞ്ചുകളും വരാൻ തുടങ്ങും. ഒപ്പം തന്നെ ഓസ്റ്റിയോഫൈറ്റ്സും കാണുന്നു. ഗ്രേഡ് 4 എത്തിക്കഴിയുമ്പോൾ ശരിക്കും ഒരു സബ്ലക്സ്ഡ് ജോയിൻ്റ് ആണ് കാണുന്നത്. അതായത് അസ്ഥികൾ തമ്മിലുള്ള ആ ഒരു ക്രമീകരണത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഒട്ടും ജോയിൻറ്റ് സ്പേസ് ഇല്ല, അസ്ഥി വളഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഗ്രേഡ് 4 നിങ്ങൾ കാണുന്നത്. ഓരോ വ്യക്തികളും അവരുടെ കാലിൽ നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ഭാരം മുട്ടിൽ വരുന്നുണ്ടല്ലോ. ഇങ്ങനെ വരുമ്പോൾ അസ്ഥികൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ഒരു അകലം പാലിച്ചാണ് നിൽക്കുന്നത്. ഒരു അകലം ഉള്ളത് കൊണ്ടാണ് മുട്ട് വളരെ സ്മൂത്തായി മടങ്ങി നിവരുകയൊക്കെ ചെയ്യുന്നത്. ഈ അകലം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അവിടെയുള്ള മെനിസ്കസും കാർട്ടിലേജുമാണ്. രണ്ട് അസ്ഥികളുടെയും, അതായത് മുകളിൽ നിന്നുള്ള അസ്ഥിയുടെ താഴത്തെ വശത്തും താഴത്തെ അസ്ഥിയുടെ മുകൾ വശത്തും ഒരു കാർട്ടിലേജ് കവറേജ് ഉണ്ട്. ഒപ്പം തന്നെ ഈ കാർട്ടിലേജുകൾക്കിടയിൽ മെനിസ്കസ് എന്ന് പറയുന്ന ഒരു വാഷർ പോലത്തെ ഒരു സംവിധാനവുമുണ്ട്. ഈ സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് വെയിറ്റ് താങ്ങിക്കൊണ്ട് മുട്ട് വളരെ സ്മൂത്തായി മടക്കി നിർത്താൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു ഗ്യാപ്പിന്, ഈ ഒരു കാർട്ടിലേജും തേയ്മാനം വന്ന് ഈ ഗ്യാപ്പ് കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പുതിയ ഓസ്റ്റിയോഫൈറ്റ്സ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റുകളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോലെ കാല് മടക്കി ഇരിക്കാനോ അല്ലെങ്കിൽ കാല് മടക്കി സ്റ്റെപ്പുകൾ കയറാനോ ഒന്നും കഴിയാതെ വരും. ഈ ഒരു മാറ്റങ്ങളാണ്, അതായത് സ്റ്റെപ്പ് കയറുമ്പോഴും നിലത്തിരിക്കുമ്പോഴും വേദന വരിക, ബുദ്ധിമുട്ട് വരിക, ഈ ഒരു മാറ്റങ്ങളാണ് ഗ്രേഡ് 1, ഗ്രേഡ് 2 തുടങ്ങിയ തേയ്മാനങ്ങൾ സാധാരണയായി കാണാറ്. പിന്നീട് ഗ്രേഡ് 3-ലേക്ക് കടക്കുന്നതോടെ മുട്ടിനുള്ളിൽ നീര് വരാൻ തുടങ്ങും. കുറച്ച് നേരം നിങ്ങൾ ഇരുന്നിട്ട് വീണ്ടും നടന്നു തുടങ്ങും, മുട്ട് വളരെ സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് വേദനയും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങും. പക്ഷേ ഇത്തരം വേദനകളും ബുദ്ധിമുട്ടുകളും അപ്പോഴും
അല്പം നേരം വിശ്രമിക്കുകയും മുട്ടിനധികം ആയാസമുള്ള ജോലികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴും വേദന കുറയുകയും ചെയ്യും. അതായിരിക്കും ഗ്രേഡ് 3 കാണുന്നത്. പക്ഷേ ഗ്രേഡ് 4 എത്തുമ്പോഴേക്കും ഈ വേദന നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തും വേദന വരാൻ തുടങ്ങും. നീര് വിട്ട് മാറാതെ വരും. നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ രൂപമാറ്റങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ അകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ വളഞ്ഞിരിക്കുന്നതായിട്ട് കാണും. അതുപോലെ രാത്രി സമയങ്ങളിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരു മുട്ട് മറ്റേ മുട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ പോലും വേദന വരുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഇത്തരം മാറ്റങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകളാണ് ഗ്രേഡ് 4 കാണുന്നത്. മുട്ട് തേയ്മാനത്തിൻ്റെ ചികിത്സയിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രേഡ് 0 തുടങ്ങി ഗ്രേഡ് 4 അവസാനിക്കുന്ന മുട്ട് തേയ്മാനത്തിൻ്റെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 50 വയസ്സുള്ള ഒരാൾ ജീവിതത്തിൽ ആദ്യമായി മുട്ടുവേദന അനുഭവപ്പെടുന്നു, ഹോസ്പിറ്റലിൽ വരുന്നു, ഡോക്ടറെ കാണുന്നു, അവർക്ക് ഗ്രേഡ് 1 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ആ വ്യക്തിയുടെ ലൈഫ് സ്പാനിൽ, അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിനുള്ളിൽ ഈ ഗ്രേഡ് 1 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയി മാറരുത്. അതാണ് നമ്മുടെ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, സർജറി ചെയ്ത് അത് മാറ്റിവെക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യാതെ നോക്കുക. അതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യം. എങ്ങനെ നമുക്കത് അച്ചീവ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തുടങ്ങുന്നതിന്, അതായത് ഈ ഒരു സ്റ്റേജിലേക്ക് ഈ വ്യക്തി പ്രായത്തിലെത്തുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഇത്തരം കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തി അതിൽ ഒഴിവാക്കാവുന്ന കാരണങ്ങൾ, ഉദാഹരണത്തിന് ആളൊരു സ്മോക്കറാണെന്ന് വിചാരിക്കാം. സ്മോക്കിംഗ് നമ്മുടെ കാർട്ടിലേജുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഫാക്ടറാണ്. സ്മോക്കിംഗ് ഒഴിവാക്കുന്ന വഴി നമ്മുടെ കാർട്ടിലേജുകളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വർദ്ധിപ്പിക്കുകയും കാർട്ടിലേജിലെ ഡാമേജുകൾ കുറയുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒഴിവാക്കാവുന്ന കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള മസിലുകൾക്കും പ്രത്യേകിച്ച് കോർ മസിലുകൾക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം സ്ട്രെങ്തനിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ ഡയറ്റും വെയിറ്റ് റിഡക്ഷനും നമ്മളിതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജോയിൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് താങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു വെയിറ്റ് അല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ മെക്കാനിക്കൽ ലോഡിങ് ആ ജോയിൻറ്റിൽ വളരെ കൂടുതലായിരിക്കും. ഈ മെക്കാനിക്കൽ ലോഡിങ് തന്നെ തേയ്മാനത്തിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുകയും നിങ്ങളെ പെട്ടെന്ന് തന്നെ ഗ്രേഡ് 4 എത്തിക്കുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങൾക്കൊരു ഐഡിയൽ ബോഡി പോസ്ചറാണുള്ളെങ്കിൽ, അതായത് നിങ്ങളുടെ നിൽപ്പ്, നടപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ രീതിയിലാണെങ്കിൽ ജോയിൻറ്റുകൾക്ക് വരുന്ന സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും ട്രീറ്റ്മെൻറ്റ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടല്ല അടുത്തതിലേക്ക് പോകുന്നത്, ഓരോന്നും ഇതിന് സൈഡ് ബൈ സൈഡായിട്ട് നടന്നു പോകും. ഈ സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ തെറാപ്പി മെത്തേഡ് കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ മെത്തേഡിൻ്റെ പേരാണ് പൾസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി. പൾസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പിയിൽ ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ജോയിൻറ്റിനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കുറച്ച് സമയം, ഓരോ ദിവസവും കുറച്ച് സമയം വീതം വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വയ്ക്കുന്നത് വഴി ആ ജോയിൻറ്റിലെ കാർട്ടിലേജിൻ്റെ റീജനറേഷൻ സ്പീഡ് വർദ്ധിക്കാനായിട്ട് സഹായിക്കും. അതായത് കാർട്ടിലേജിലുണ്ടായിട്ടുള്ള ഡാമേജുകൾ ഗ്രാജ്വലി പരിഹരിച്ച് വരാനായിട്ട് ഇത് സഹായിക്കും. ഏകദേശം ഒരു 15 മുതൽ 20 ദിവസം വരെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കാർട്ടിലേജിൻ്റെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ചികിത്സയുടെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് കൃത്യമായ മരുന്നുകളും റീജനറേറ്റീവ് തെറാപ്പിയുമാണ്. ഓട്ടോലോഗസ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ഷൻസ് ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതായത് അതാത് വ്യക്തികളുടെ തന്നെ പ്ലേറ്റ്ലെറ്റുകളെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഈ തേയ്മാനം വന്ന മുട്ടിനുള്ളിൽ കുത്തിവെക്കുന്ന ചികിത്സ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ, എവിടെയെങ്കിലും തേയ്മാനങ്ങൾ സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളാണ്. ഇത്തരം പ്ലേറ്റ്ലെറ്റുകളെ നമ്മുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ആവശ്യമായ അളവിൽ നമുക്ക് ആവശ്യമുള്ള ജോയിൻറ്റിൽ ഇഞ്ചെക്റ്റ് ചെയ്യുകയും അതുവഴി അവിടുത്തെ കാർട്ടിലേജിൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഓട്ടോലോഗസ് PRP ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. അതും കൃത്യമായ മരുന്നുകളും, പ്രത്യേകിച്ച് കാൽഷ്യം, വൈറ്റമിൻ D3, ഡയസ്തരിൻ, ഗ്ലൂക്കോസമിൻ തുടങ്ങിയ തേയ്മാനത്തിന് ഉപയോഗിക്കുന്ന കൃത്യമായ മരുന്നുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ള തേയ്മാനം നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് പരിഹരിക്കാൻ പറ്റും. നാലാമത്തെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഡയറ്റ് ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് എക്സസൈസ്. തേയ്മാനം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോ ദിവസവും കുറേശ്ശെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ഒരിക്കൽ നമ്മൾ വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും പരിഹരിച്ചെടുത്താൽ ഭാവിയിൽ അങ്ങോട്ട് തേയ്മാനം ഉണ്ടാവാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ സ്പീഡ് ഒരു കൺട്രോളിൽ നിൽക്കണമെങ്കിൽ
ഡയറ്റും എക്സസൈസും മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ദിവസവും ഒരു 45 മിനിറ്റെങ്കിലും നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കുകയും ചെയ്യണം. ഇത്തരം ഘട്ടങ്ങൾ, അതായത് കൃത്യമായ മരുന്ന്, കൃത്യമായ വ്യായാമം, കൃത്യമായ ഫിസിക്കൽ മൊഡാലിറ്റികൾ, കൃത്യമായ ഇഞ്ചക്ഷനുകൾ, കൃത്യമായ വെയ്റ്റ് റിഡക്ഷൻ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലുണ്ടായിട്ടുള്ള ഈ ഗ്രേഡ് 1 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഗ്രേഡ് 4ലേക്ക് എത്താതിരിക്കും നിങ്ങളുടെ ലൈഫ് ടൈം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. മാന ഹെൽത്തിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിളുമാണ്. താങ്ക് യു.